ഹായ്, ഇന്നത്തെ വിശേഷങ്ങൾ കാണാം. ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും സാമ്പാറും ചട്നിയാണ് ഞങ്ങളെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്കും അച്ഛനും കഴിക്കാനായിട്ടില്ല. അച്ചപ്പം എഴുന്നേറ്റിട്ടേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ നേരത്തെ കഴിക്കുന്നത് ഇപ്പോൾ സമയം 6:30 ആയിട്ടുള്ളൂ കേട്ടോ. അബിക്ക് ട്യൂഷനുണ്ട്, അവൻ അങ്ങോട്ടും പോകണം. ഞങ്ങൾ പിന്നെ ചെറിയ ചേച്ചി ഷീബ ചേച്ചീൻ്റെ ഹസ്ബൻഡ് കുട്ടേട്ടന് ബൈപ്പാസിൻ്റെ സർജറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്ന് ചെക്കപ്പിന് ചെല്ലേണ്ട ഡേറ്റാണ്. അതിന് ശുഭേണ്ണാണ് ഒപ്പം പോണത്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് നേരത്തെ കഴിച്ചത്. പിന്നെ ഇത് കറ്റാർവാഴ വലിയ ചേച്ചിക്ക് വേണ്ടി എടുത്തതാണ്. തിരിച്ച് പോരുമ്പോൾ അധികനെ പോകുന്ന അവർക്ക് കൊടുക്കണം. ബസ് കയറുന്ന അവിടെ എത്തിയപ്പോൾ അബി അവിടെ ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ ഷീബ ചേച്ചീൻ്റെ അവിടേക്ക്. നേരത്തെ ആയതുകൊണ്ടായിരിക്കും എവിടെയും ബ്ലോക്കിലൊന്നും പെടാതെ ഞങ്ങൾ പെട്ടെന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്ന് കുറച്ച് കഴിഞ്ഞേക്ക് തന്നെ അവർ ചെക്കപ്പിന് പോകാൻ വേണ്ടി ഇറങ്ങി. കുട്ടേണ് നടക്കുമ്പോഴൊക്കെ ചെറിയ വേദനയും പ്രയാസമൊക്കെ ഉണ്ട്. 2 കാലിലും മുറിയൊക്കെ ഉള്ളതാണ്. അരുണും ശുഭേണ്ണും കുട്ടേണ്ണും മാത്രമേ പോകുന്നുള്ളൂ. ഡോക്ടറെ കണ്ട് തിരിച്ച് വരാൻ ലേറ്റാവുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് പിന്നെ അവരൊന്ന് വെയിറ്റ് ചെയ്താൽ ഞങ്ങൾ ഫുഡ് കഴിച്ചു. പിന്നെ 3 മണിയൊക്കെ ആയപ്പോൾ ഷീബ ചേച്ചിനെയും കൊണ്ട് അമൃത ഡയാലിസിന് വേണ്ടി പോയി. ശുഭേണ്ണൊക്കെ തിരിച്ചെത്തിയപ്പോഴേക്കും 4 മണി ആയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിക്കന്നെ ഞങ്ങൾ തിരിച്ച് പോരും ചെയ്തിട്ടുണ്ട്. ഷീബ ചേച്ചി വരാനൊന്നും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ തിരിച്ച് പോന്നപ്പോൾ വലിയ ചേച്ചീൻ്റെ അതിനെയാണ് പോകുന്നത്. ഞങ്ങൾ ചേച്ചീൻ്റെ അവിടെ എത്തിയപ്പോൾ ചേച്ചി പഴംപൊരിയൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പഴംപൊരിയും ചായയൊക്കെ കുടിച്ചതിന് ശേഷം പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ശുഭേട്ടൻ ലീവാക്കിയതാണ്. അപ്പോൾ പോന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ട പർച്ചേസൊക്കെ ഇന്ന് തന്നെ നടത്താം, പിന്നെ ഒരു ദിവസം ലീവാക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അബിക്ക് ബാഗ് വാങ്ങാണ്ടായിരുന്നു. അവൻ പറഞ്ഞു ഞാൻ ഉണ്ടാകുമ്പോൾ വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ വിളിച്ച് നമ്മൾ അവനിറക്കിയ ബസ് കയറുന്ന അവിടെ തന്നെ അവൻ വന്ന് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചെറിയ അവിടെ ടൗണിൽ തന്നെയാണ്, അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങുന്നത്. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും അവൻ അവിടെ എത്തി ബാഗൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ബാഗൊക്കെ എടുത്ത് പോരാൻ പറ്റി. കുറേ നേരം അവിടെ കറങ്ങി തിരിയേണ്ടി വന്നില്ല. പിന്നെ പുസ്തകങ്ങളും പേനയും സ്കൂൾ തുറക്കുമ്പോഴേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും എടുത്തു. അങ്ങനെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്ക് 7:30 ആയിട്ടുണ്ടായിരുന്നു. രാവിലെ 7:10 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. തിരിച്ചെത്തുന്നത് രാത്രി 7:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എല്ലാ കാര്യങ്ങളും നമ്മൾ കരുതി എല്ലാ കാര്യങ്ങളും നടന്ന് ഭംഗിയിൽ റെഡി ആയിട്ടുണ്ട്. എല്ലാതും സെറ്റായി. പിന്നെ കുട്ടികൾ ഇത് അവർക്ക് കിട്ടിയ കളിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് കളിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ പുതിയതായി വാങ്ങിയതാണ്. അപ്പോൾ അതെടുത്ത് കളിയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയായിരുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബായ്.